ഇന്ന് ഞാൻ ലിറ്റിൽ മില്ലറ്റ് ചാമയരി ആണ് എടുക്കുന്നത്. അതുകൊണ്ടൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഞാനതിന് തലേദിവസം ഇത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. 3-4 മണിക്കൂർ ഇടേണ്ട കാര്യമേ ഉള്ളൂ. ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടു. അപ്പോൾ ഇത് ഓവർനൈറ്റ് കുതിർന്നതാണ്. നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഞാനിത് തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും വേണം. ഞാൻ ആദ്യം ഇത് 2-ാം പാലിലൊന്ന് കുക്കറിലിട്ട് വേവിച്ചിട്ട് വരാം. അപ്പോൾ 2-ാം പാലിൽ ഇത് വേവിച്ചിട്ടുണ്ട്. കുക്കറിലൊന്നും ഇടണമെന്നില്ല. ഞാൻ പിന്നെ കുക്കറിൽ അങ്ങ് ഇട്ടെന്നേ ഉള്ളൂ. പെട്ടെന്ന് വേവുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കണം. ശർക്കര അവരവരുടെ മധുരത്തിന് ആവശ്യമായ രീതി ചേർത്താൽ മതി. ഇവിടെ വലിയ മധുരമൊന്നും അധികം, അമ്മയ്ക്ക് ഷുഗറുണ്ട്, അരിയേട്ടന് മധുരം വലിയ താല്പര്യമില്ല. അപ്പം മിന്നുകുട്ടിക്ക് വലിയ മധുരം കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊക്കെ മധുരം കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ ചുക്കുപൊടി ചേർക്കണം. അതിനുശേഷം ഏലക്ക പൊടിച്ച് ചേർക്കണം. പിന്നെ നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശർക്കര ചേർക്കുമ്പോൾ ഒരു ശക്കല ഉപ്പ് ചേർക്കുമല്ലോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, പക്ഷേ അത് ചേർക്കണേ. പിന്നെ നമ്മൾ തേങ്ങയുടെ ഇതൊക്കെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ തേങ്ങയുടെ 1-ാം പാല് ചേർക്കുക. 1-ാം പാല് ചേർത്ത് കഴിയുമ്പോൾ തിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അത് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി അതിലേക്ക് നമുക്കൊരു സ്പൂൺ നെയ്യ് ഇടാം. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇടാം. ഇതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല, അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടിട്ടില്ല. അപ്പം ഇതിൻ്റെ ഗുണത്തെപ്പറ്റിയൊന്നും നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. ഷുഗറുകാർക്ക് വളരെ നല്ലതാണ്. പക്ഷേ ശർക്കര ചേർത്ത് കഴിക്കുന്നത് നല്ലതല്ല. ശർക്കരയും പഞ്ചാരയും എല്ലാം ഷുഗറുകാർക്ക് കുഴപ്പങ്ങളാണ്. അത് നമുക്ക് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാമല്ലോ. എന്നാലും ഇത് ഉണ്ടാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണേ ഒന്ന്. കണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ.